ജോൺസൺ ഒപ്റ്റിക്കൽസിൽ തിങ്കൾ ബുധൻ വെള്ളി ദിവസങ്ങളിൽ രാവിലെ 10 മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെ കണ്ണ് ഡോക്ടറുടെ സേവനം ലഭ്യമാണ്. എല്ലാ ബ്രാൻഡഡ് ഫ്രെയിമുകളും ഇവിടെ ലഭ്യമാണ്. കൂടാതെ ഡോക്ടർമാർ നിർദ്ദേശിക്കുന്ന എല്ലാത്തരം കണ്ണടകളും ജോൺസൺ ഒപ്റ്റിക്കൽസിൽ നിന്നും ലഭിക്കുന്നു. ജോൺസൺ കണ്ണട വ്യാപാരം ഡിവൈൻ ആശുപത്രിക്ക് എതിർവശം വടക്കാഞ്ചേരി. സേവാഭാരതിയുടെ ആഭിമുഖ്യത്തിൽ നിർമ്മിക്കുന്ന അമൃതസ്പർശം ആശ്രയ കേന്ദ്രത്തിന്റെ ശിലാസ്ഥാപന കർമ്മം നടന്നു. തൃശൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിക്ക് സമീപം നിർമ്മിക്കുന്ന കേന്ദ്രത്തിന്റെ ശിലാസ്ഥാപനം നിർമ്മാണ സമിതി ചെയർമാൻ TS കല്യാണരാമൻ നിർവഹിച്ചു. നമാമി വിഘ്നേശ്വര പാദപങ്കജം. സേവാഭാരതിയുടെ നേതൃത്വത്തിൽ ഒരു ആശ്രയ കേന്ദ്രം സ്ഥാപിക്കാനായിട്ടുള്ള ഭൂമി പൂജ നടത്തുകയും അതിൻ്റെ തറക്കല്ല് അതിൻ്റെ കല്ലിടൽ കർമ്മവും ഇന്ന് ഈ വലിയ ഒരു സദസ്സിൻ്റെ മുമ്പിൽ നടത്താൻ സാധിച്ചു എന്നുള്ളത് തീർച്ചയായിട്ടും വലിയ ഒരു അനുഗ്രഹമാണ്. സേവാഭാരതിക്ക് ഞാൻ മനസ്സിലാക്കുന്നത് സേവാഭാരതിക്ക് അവരുടെ തൊപ്പിയിൽ ഒരു സ്വർണ്ണത്തൂവൽ കൂടി കൂട്ടിച്ചേർത്ത ഒരു പ്രതീതി നമുക്ക് ഉളവാക്കാം. അത് തീർച്ചയായിട്ടും സ്വർണ്ണത്തൂവൽ കൂടി ചേർന്നു എന്നുള്ളത് ഉറപ്പിക്കാം. കാരണം ദൈനംദിന പ്രവർത്തനങ്ങളിൽ പാവങ്ങൾക്കും മറ്റുള്ള കാര്യങ്ങൾക്കും വേണ്ടി സേവാഭാരതി വളരെയധികം ഉത്സാഹിക്കുന്നുണ്ട്, ചെയ്യുന്നുണ്ട്, അതിനുള്ള ചെലവും നടത്തുന്നുണ്ടെങ്കിലും ഇതൊരു വലിയൊരു അസറ്റാണ്. സേവാഭാരതിയെ സംബന്ധിച്ചിടത്തോളം കാലാകാലങ്ങളിൽ നീണ്ടു നിൽക്കുന്ന ഒരു വലിയൊരു അസറ്റാണ്. അത് സേവാഭാരതിക്ക് വലിയൊരു മുതൽക്കൂട്ടാണ്. തൃശൂർ, പാലക്കാട്, മലപ്പുറം ജില്ലകളിലെ നിർധന ജനവിഭാഗങ്ങൾ ചികിത്സയ്ക്കായി ആശ്രയിക്കുന്ന തൃശൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ എത്തിച്ചേരുന്നവർക്ക് ഭക്ഷണം, താമസം, രക്തദാനം, ആംബുലൻസ് സേവനം, മരുന്നുകൾ, മറ്റ് ആവശ്യങ്ങൾ എന്നിവ നിറവേറ്റുന്നതിനാണ് ആശ്രയ കേന്ദ്രം നിർമ്മിക്കുന്നത്. ഏകദേശം 3 നിലകളിലായി 11,000 സ്ക്വയർ ഫീറ്റ് വിസ്തീർണത്തിലാണ് അമൃതസ്പർശം ആശ്രയ കേന്ദ്രം നിർമ്മിക്കുന്നത്. സേവാഭാരതി തൃശൂർ മെഡിക്കൽ കോളേജിനടുത്ത് നിർമ്മിക്കുന്ന അമൃതസ്പർശം ആശ്രയ കേന്ദ്രത്തിന്റെ ശിലാസ്ഥാപന കർമ്മം TS കല്യാണരാമൻ നിർവഹിച്ചു. മെഡിക്കൽ കോളേജ് യൂണിറ്റ് പ്രസിഡന്റ് R രാമചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. സീമ ജാഗരൻ, അഖില ഭാരതീയ സംയോജക് A ബാലകൃഷ്ണൻ സേവാ സന്ദേശം നൽകി. സമൂഹത്തിലെ ദുരിതം അനുഭവിക്കുന്നവരുടെ ദുഃഖം അകറ്റേണ്ട ചുമതല നമ്മുടെ ഓരോരുത്തരുടെയുമാണെന്നും അത്തരം മനോഭാവമുള്ള ഒരു സമൂഹത്തെ വളർത്തിക്കൊണ്ടുവരേണ്ടതുണ്ടെന്നും അദ്ദേഹം സേവാ സന്ദേശത്തിൽ ഓർമ്മപ്പെടുത്തി. മാന്യ ഗുരുവായൂർ സംഘചാലക് പ്രൊഫസർ ഡോക്ടർ CG നന്ദകുമാർ അനുഗ്രഹ പ്രഭാഷണം നടത്തി. മെഡിക്കൽ കോളേജ് യൂണിറ്റ് ജോയിന്റ് സെക്രട്ടറി EV സന്ദീപ് അമൃതസ്പർശം പദ്ധതിയെപ്പറ്റി ലഘുവിവരണം നടത്തി. സേവാഭാരതി സംസ്ഥാന സെക്രട്ടറി K സുരേഷ് കുമാർ, സംസ്ഥാന സംഘടനാ സെക്രട്ടറി രാജീവ്, സംസ്ഥാന ഉപാധ്യക്ഷൻ PK ഉണ്ണികൃഷ്ണൻ, യൂണിറ്റ് സെക്രട്ടറി PK സുരേഷ്, നിർമ്മാണ സമിതി ജനറൽ കൺവീനർ MK അശോകൻ, വിശ്രം ബിൽഡേഴ്സ് MT ശ്രീരാജ്, സേവാഭാരതി യൂണിറ്റ് ജില്ലാ സമിതി അംഗങ്ങൾ എന്നിവർ ചടങ്ങിൽ സന്നിഹിതരായിരുന്നു. മെഡിക്കൽ കോളേജ് യൂണിറ്റ് ട്രഷറർ മുരളീധരൻ ചക്കൂത്ത് പങ്കെടുത്ത് സംസാരിച്ചു. BCV ന്യൂസ്, മുളങ്ങുന്നത്തുകാവ്. You are watching VCV News.